അങ്ങനെ നമ്മുടെ കസിൻ്റെ കല്യാണത്തിൻ്റെ പോയിൻ്റ് പാർട്ട് 2 വീഡിയോ ഉണ്ട് ഇത്. ആദ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കെട്ട് നടന്നത് വൈക്കത്തമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഒരു 9:30 ആ ഒരു സമയം എടുക്കാറായപ്പോഴേക്കും ഞങ്ങൾ എത്തിയായിരുന്നേ. മുഹൂർത്തം 9-നും 10-നും ഇടയ്ക്കായതുകൊണ്ട് നമ്മൾ ലേറ്റ് ഒന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് അടുത്തൊന്നും താലികെട്ടൊന്നും കാണാൻ പറ്റില്ല. ആ കൊട്ടും കുരവയും ചെണ്ടമേളൊക്കെ കേട്ടപ്പോൾ താലികെട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലായി കേട്ടോ. കാര്യം അന്ന് വൈക്കത്തമ്പലത്തിൽ 20ഓളം കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം കുറേ വർഷം മുന്നേക്ക് ഏകദേശം 1-2 കല്യാണമൊക്കെ വെച്ചിട്ട് നടക്കാറുണ്ടായിരുന്നുള്ളേ. ഇപ്പോൾ 20 കല്യാണം അതുകൊണ്ട് നിറച്ച് ക്രൗഡായിരുന്നു. അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം മീൻവെൽ ഞങ്ങളിത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഈ ഡ്രസ്സിൻ്റെ കാര്യം കുറച്ചൊരു കഴിഞ്ഞ വീഡിയോയിലും ചോദിച്ചിരുന്നു. മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഈ ഒരു വീഡിയോയിൽ പറ്റുമെങ്കിൽ സൈഡിൽ ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ ഡ്രസ്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കമ്മലും മീഷോയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. നല്ല കോമ്പിനേഷൻ ആയിരുന്നു, നന്നായിട്ടുണ്ടെന്ന് കുറേ പേര് പറഞ്ഞു കേട്ടോ. ഡ്രസ്സും എല്ലാം ഒരുങ്ങിയതൊക്കെ ആയിട്ട് അങ്ങനത്തെ കെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നേരെ നാനാടത്ത് പോയിട്ട് അവിടെയാണ് ബാക്കി ഫംഗ്ഷനൊക്കെ നടക്കുന്നത്. അവിടെ ഒരു സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പയ്യൻ വന്നിട്ടുണ്ട്, പുറകെ നമ്മുടെ പെണ്ണും വരുന്നുണ്ട്. അപ്പോൾ ആളെ കെട്ടിച്ചു വിട്ടേക്കുന്നത് പാലായിലോട്ടാണ് കേട്ടോ. അപ്പോൾ ആൾ ഒരു വെറ്ററി ഡോക്ടറാണ്. ഹസ്ബൻഡ് വരുന്നത് മറ്റേ എന്താ പറയുക IT ഫീൽഡിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ അല്ലുക്കുടി തെച്ചുട്ടിക്ക് ഫുൾ കളിയായിരുന്നു. അല്ലുകൂടെയൊക്കെ ഓടിച്ചാടി നടത്തുന്ന കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും സ്റ്റേജിൽ കയറിയിട്ടും കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ഇത് 2 പേർക്കും വിശപ്പിൻ്റെ വിളി വന്നു. 4 പേർക്കും വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് ഞങ്ങളിത് 3ാമത്തെ പന്തിയിലിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവൾ ഇറങ്ങാൻ നിൽക്കുവാണ്. ആളങ്ങനെ കരഞ്ഞൊന്നുമില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കരയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആൾ ഭയങ്കര കൂളായിട്ടിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആൾ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ഇനി പല്ലുക്കുഞ്ഞിൻ്റെ വെച്ചിട്ട് സ്കൂളൊക്കെ തുറക്കുമല്ലേ, അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡേ മൈ ലൈഫും കൂടെ വേണമെന്ന് 1-2 പേര് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് കുഞ്ഞു എടുത്തിട്ടുള്ളൂ കേട്ടോ.